ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് യേശുവിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അത് മതഗ്രന്ഥത്തിലെ വിശ്വാസകഥകൾ വെച്ചല്ല. ചരിത്രശാസ്ത്രം അംഗീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചരിത്രരേഖകൾ മാത്രം വെച്ചാണ്. യേശുവിനെപ്പറ്റി സ്വതന്ത്രമായ മതഗ്രന്ഥത്തിന് പുറത്തുനിന്നുള്ള ചരിത്രരേഖകൾ വളരെ കുറവാണെങ്കിലും കിട്ടുന്ന ചെറിയ വിവരങ്ങൾ ചേർത്ത് ചരിത്രകാരന്മാർ പറയുന്ന യേശുവിന്റെ മിനിമം ചരിത്രരൂപം എന്താണ്? ഇന്ന് അതാണ് നാം വളരെ ലളിതമായി പരിശോധിക്കുന്നത്. ആദ്യം യേശുവിനെപ്പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോമൻ ചരിത്രസാക്ഷ്യം ടാസിറ്റസ് എന്ന റോമൻ ചരിത്രകാരനിൽ നിന്നാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നത്, പീലാത്തോസ് എന്ന റോമൻ ഉദ്യോഗസ്ഥന്റെ കാലത്ത് ക്രിസ്റ്റസ് എന്ന് വിളിക്കപ്പെട്ട ഒരാൾക്ക് മരണശിക്ഷ നടപ്പിലാക്കി. ടാസിറ്റസ് ക്രിസ്ത്യാനി അല്ലായിരുന്നു. അതിനാൽ ഇത് ഒരു മതകഥയല്ല, പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു സർക്കാർ രേഖാതരം സാക്ഷ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവയാണ്: യേശു എന്നൊരു യഹൂദ പ്രബോധകൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നതാണ് എന്നതും റോമർ അദ്ദേഹത്തെ ശിക്ഷിച്ചതും ഒരു ചരിത്രവസ്തുതയാണ് എന്നതുമാണ്. ഇതിനേക്കാൾ വിലപ്പെട്ട മറ്റൊരു സ്വതന്ത്ര സാക്ഷ്യം യഹൂദരുടെ ചരിത്രകാരനായ ജോസെഫോസിൽ നിന്നാണ് ലഭിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഒരു ഭാഗത്ത് പറയുന്നത്, ക്രിസ്റ്റ് എന്നു വിളിക്കപ്പെട്ട യേശുവിന്റെ സഹോദരനായ ജെയിംസ് എന്നാണ്. ജോസെഫോസ് ക്രിസ്ത്യാനി അല്ലാത്തതിനാൽ അദ്ദേഹത്തിന് യേശുവിന്റെ കുടുംബത്തെ പ്രശംസിക്കേണ്ട താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജെയിംസ് ആരായിരുന്നു എന്ന് വ്യക്തമാക്കുക മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഇത് ഏറ്റവും വിശ്വാസിയുള്ള ഒരു കുടുംബ ചരിത്രസാക്ഷ്യമായി സ്വീകരിക്കുന്നു. അതിനാൽ ഒരു ആധികാരിക ചരിത്ര തെളിവായി യേശുവിന് ജെയിംസ് എന്ന പേരിലുള്ള സഹോദരൻ ഉണ്ടായിരുന്നതായി നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. ഇത് കഥയല്ല, സ്വതന്ത്ര യഹൂദ ചരിത്രകാരന്റെ രേഖയാണ്. ഇപ്പോൾ ഒരു പ്രധാന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. പൗലോസിന്റെ കത്തുകൾ എന്തുകൊണ്ട് ചരിത്രകാരന്മാർ ആധികാരിക രേഖയായി ഉപയോഗിക്കുന്നു? ചരിത്രപരമായി യേശുവിനെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ രേഖകൾ സുവിശേഷങ്ങൾ അല്ല. പഠനങ്ങൾ പ്രകാരം സുവിശേഷങ്ങൾ യേശുവിന്റെ മരണത്തിന് ഏകദേശം 4 മുതൽ 6 ദശകങ്ങൾ കഴിഞ്ഞാണ് എഴുതപ്പെട്ടത്. എന്നാൽ പൗലോസിന്റെ കത്തുകൾ യേശുവിന്റെ മരണത്തിന് വെറും 20 മുതൽ 25 വരെ വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ടവയാണ്. അതിനാൽ ഇവയാണ് യേശുവിനെപ്പറ്റിയുള്ള ഏറ്റവും പ്രാചീനവും സമയപരിധിയാൽ ഏറ്റവും അടുത്ത രേഖകൾ. പൗലോസ് യേശുവിനെ നേരിൽ കണ്ട ശിഷ്യനല്ലെന്ന കാര്യം തന്നെ ചരിത്രകാരന്മാർ വിലമതിക്കുന്നു. കാരണം അദ്ദേഹം യേശുവിനെ മഹത്വവൽക്കരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു പോകുന്ന വിവരങ്ങൾ എല്ലാം വളരെ ലളിതവും ആവശ്യത്തിന് മേലൊരു കെട്ടുകഥയുമില്ലാത്തതുമാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ ചരിത്രപരമായി ഏറ്റവും വിശ്വാസിയുള്ളവയാണെന്ന് പണ്ഡിതർ പറയുന്നു. പൗലോസ് പറയുന്ന ചില അടിസ്ഥാന വിവരങ്ങൾ ഇതാണ്: യേശു യഥാർത്ഥ മനുഷ്യനായിരുന്നു. അദ്ദേഹം യഹൂദനായിരുന്നു. അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു വലിയ ആത്മീയ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നു. പിന്നെ യേശുവിന്റെ സഹോദരൻ ജെയിംസിനെ പൗലോസ് പരാമർശിക്കുന്നു. ഇത് ജോസെഫോസിന്റെ പുറംസാക്ഷ്യവുമായി യോജിക്കുന്നു. ഇതെല്ലാം കൂടി ചരിത്രകാരന്മാർ ഈ കത്തുകളിൽ നിന്ന് മിനിമം യാഥാർത്ഥ്യ വിവരങ്ങൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് ആധികാരികമായി ചരിത്രം പറയാൻ കഴിയുന്നത് ചില അടിസ്ഥാന സത്യങ്ങൾ മാത്രം. 1-ാം നൂറ്റാണ്ടിൽ യഹൂദ പ്രദേശത്ത് യേശു എന്ന പേരിലുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് ഇടയിൽ ഒരു ആത്മീയ പ്രബോധകനായിരുന്നു. അദ്ദേഹത്തിന് ജെയിംസ് എന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നുവെന്ന് സ്വതന്ത്ര ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹം പീലാത്തോസിന്റെ കാലത്ത് റോമർ വഴി ക്രൂശിക്കപ്പെട്ടത് ഒരു ഉറച്ച ചരിത്രവസ്തുതയാണ്. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തെ പിന്തുടർന്നവർക്ക് ശക്തമായ ഒരു ആത്മീയ അനുഭവമോ വിശ്വാസമോ ഉണ്ടായി. ഇതാണ് പിന്നീട് ക്രിസ്തുമതമായി വളർന്നത്. ഈ അടിസ്ഥാന വിവരങ്ങൾക്ക് പുറത്തേക്കുള്ള കാര്യങ്ങൾ, ജനനകഥകൾ, അത്ഭുതങ്ങൾ, ദൈവിക ഇടപെടലുകൾ, ഉയിർപ്പിന്റെ സ്വഭാവം, ഇവയെക്കുറിച്ച് സ്വതന്ത്ര രേഖകൾ ഒന്നും തന്നെയില്ല. അതിനാൽ ചരിത്രശാസ്ത്രം അവയെ ഉപയോഗിക്കുന്നില്ല. അവ വിശ്വാസത്തിന്റെ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനാൽ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിഷ്കളങ്കമായ ചരിത്രരൂപം ഇത്രമേൽ മാത്രമാണ്. അദ്ദേഹം യഥാർത്ഥ ചരിത്ര വ്യക്തിയായിരുന്നു. അദ്ദേഹം യഹൂദ പ്രദേശത്ത് പ്രബോധനം നടത്തി. അദ്ദേഹത്തിന് സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം റോമർ വഴി ക്രൂശിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശ്വാസം ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. ഇതിലപ്പുറം പറയുന്നത് ഒന്നും തന്നെ ചരിത്രമല്ല, വിശ്വാസമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി എഴുതുക. ഇത്തരം അടിസ്ഥാന പഠനങ്ങൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചാനലിന് ഒരു സബ്സ്ക്രൈബും നൽകാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം കൂട്ടുകാരെ.